ഹായ് ഹലോ ഗവൺമെൻറ് റിലേറ്റ് ചെയ്ത എല്ലാ വെരിഫിക്കേഷൻ പർപ്പസിലും ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റാണ് ആധാർ കാർഡ് എന്ന് പറയുന്നത്. അതായത് ബാങ്കിൽ ചെന്നാൽ, അതേപോലെ റേഷൻ ഷോപ്പുകളിൽ പുതിയൊരു മൊബൈൽ സിം എടുക്കുന്നതിന് വേണ്ടി ഇവിടെ എല്ലാം നമ്മൾ ആധാർ കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ പേപ്പർ ടൈപ്പ് ആധാർ കാർഡ് ഇങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വഴി പെട്ടെന്ന് തന്നെ ഡാമേജ് ആയി പോകാം. എന്നാൽ ഈ പേപ്പർ ടൈപ്പ് ആധാർ കാർഡ് മാറി നമുക്കൊരു PVC കാർഡ് ആക്കിയാലോ? MyAadhar.uidi എന്ന ഒഫീഷ്യൽ സൈറ്റ് വഴി എങ്ങനെ ഒരു പേപ്പർ ടൈപ്പ് ആധാർ കാർഡിനെ PVC കാർഡാക്കി മാറ്റാം എന്നതാണ് ടാലന്റ് ഫോർ ടെക്കിനെ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ദിസ് ഈസ് ടാലന്റ് ഫോർ ടെക്. ജോയിൻ us, ബി എ ടെക് പ്രോ. ആധാർ കാർഡ് PVC കാർഡായിട്ട് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി ഫോണിലോ കമ്പ്യൂട്ടറിലുള്ള ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തു. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിൽ myAadhar.uidi.gov.in എന്ന സൈറ്റ് സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ മൈ ആധാർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ സൈറ്റിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിക്ക് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഒന്ന്, ആധാർ കാർഡും മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തവർക്ക് ഒരു രീതിക്കും, ആധാർ കാർഡുമായിട്ട് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലാത്തവർക്ക് വേറെ രീതിക്കുമാണ് നമുക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്ത് കയറേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം നോക്കാം. ആധാർ കാർഡുമായിട്ട് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലാത്തവർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് സർവീസസ് വിച്ച് ക്യാൻ ബി അവൈൽഡ് ഈവൺ ഇഫ് മൊബൈൽ നമ്പർ ഈസ് നോട്ട് രജിസ്റ്റേർഡ് വിത്ത് ആധാർ. അവിടെ ഓർഡർ ആധാർ PVC കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആധാർ നമ്പർ വെച്ചിട്ടും എൻറോൾമെന്റ് ID നമ്പർ വെച്ചിട്ടും ലോഗിൻ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ ആധാർ നമ്പർ എന്താണോ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ ഒരു ക്യാപ്ച കൊടുത്തിട്ടുണ്ട്. ആ ക്യാപ്ച എൻ്റർ ചെയ്യുക. മൈ മൊബൈൽ നമ്പർ ഇസ് നോട്ട് രജിസ്റ്റേർഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എൻ്റർ മൊബൈൽ നമ്പർ എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. സെൻഡ് OTP എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP വെച്ചുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇനി മൊബൈൽ നമ്പർ ഇത് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ളവർക്ക് ആദ്യമേ തന്നെ ഇവിടെ ലോഗിൻ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ലോഗിൻ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ എൻ്റർ ചെയ്തിട്ട് ഇവിടെ കൊടുത്തേക്കുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. ലോഗിൻ വിത്ത് OTP എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ മൊബൈൽ നമ്പറിലേക്ക് തന്നെ ഒരു OTP വരുന്നതായിരിക്കും. ആ കിട്ടുന്ന OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ലോഗിൻ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. നമുക്ക് ആധാറിന്റെ ഒഫീഷ്യൽ പേജ് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. അവിടെ ഓർഡർ ആധാർ PVC കാർഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ മറ്റേ രീതിക്ക് കയറിയാലും ഇതേ പേജ് തന്നെയായിരിക്കും അവിടെ ആക്റ്റീവ് ആയിട്ട് വരുന്നത്. ഈ ഓർഡർ ആധാർ PVC കാർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്തൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. അവിടെ നമ്മുടെ ആധാർ കാർഡിന്റെ ഫോട്ടോയും നമ്മുടെ ആ ആധാർ കാർഡിന്റെ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ നെക്സ്റ്റ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ യു വുഡ് ബി ചാർജ് ഓഫ് ₹50. 50 രൂപയാണ് അവർ GST ഉൾപ്പെടെ സ്പീഡ് പോസ്റ്റ് ചാർജ് ഉൾപ്പെടെ നമ്മൾ 50 രൂപയാണ് ഈടാക്കുന്നത്. ഇവിടെ ഐ ഹിയർ ബൈ കൺഫേം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം മേക്ക് പേയ്മെന്റ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ഈ ₹50 പേയ്മെന്റ് ചെയ്യാനുള്ള ഒരു ഇന്റർഫേസ് ആണ് കാണുന്നത്. അവിടെ നെറ്റ് ബാങ്കിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ വാലറ്റ്, കാർഡ്, നിങ്ങൾക്ക് ഏത് രീതിക്കാണോ പേയ്മെന്റ് ചെയ്യേണ്ടത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ബാങ്കിന്റെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും. ഇനി കാർഡ് ആണെങ്കിൽ അവിടെ നമ്മുടെ കാർഡ് നമ്പർ, എക്സ്പയറി ഡേറ്റ്, CVV ഇതെല്ലാം അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് പ്രൊസീഡ് എന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പേയ്മെന്റ് അവിടെ ആകുകയും പേയ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഇതേ പേജിലേക്ക് തന്നെ റീഡയറക്ട് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ PVC കാർഡ് ഓർഡർ ചെയ്തതായിട്ട് നമുക്കൊരു ഡോക്യുമെന്റ് കാണാൻ പറ്റും. ആ ഡോക്യുമെന്റ് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി പ്രിന്റ് ചെയ്ത് വെക്കുക. ആ ഡോക്യുമെന്റിലാണ് ഒരു SRN നമ്പർ ഉള്ളത്. നമുക്ക് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി ആ നമ്പറാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് ആധാർ PVC കാർഡ് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇത്രയും കഴിയുമ്പോഴത്തേക്കും PVC കാർഡ് ഓർഡർ ആയി കഴിഞ്ഞു. പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന SRN നമ്പർ ഉപയോഗിച്ച് നമ്മൾ ഓർഡർ ചെയ്ത PVC കാർഡിന്റെ സ്റ്റാറ്റസ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ പേജ് തന്നെ ഓപ്പൺ ചെയ്യുക. മെയിൻ പേജ് ഓപ്പൺ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ചെക്ക് ആധാർ PVC കാർഡ് സ്റ്റാറ്റസ് എന്നറിയാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡോക്യുമെന്റിൽ ഒരു SRN നമ്പർ ഉണ്ടായിരിക്കും. ആ SRN നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഈ കൊടുത്തിരിക്കുന്ന ക്യാപ്ച അവിടെ എൻ്റർ ചെയ്യുക. സബ്മിറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് PVC കാർഡിന്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. അതായത് ആ PVC കാർഡ് പ്രിന്റ് ചെയ്തിട്ടുണ്ടോ, അവിടെ നിന്ന് സെൻഡ് ചെയ്തിട്ടുണ്ടോ മുതലായ എല്ലാ ഡീറ്റെയിൽസും അതിൽ നമുക്ക് അറിയാൻ പറ്റും. ഈ രീതിക്ക് തന്നെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനും പറ്റും. ഈ ഒരു സിമ്പിൾ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പേപ്പർ ടൈപ്പ് ആധാർ കാർഡിനെ ഒരു PVC കാർഡായിട്ട് മാറ്റാൻ പറ്റും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.